നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യൂദയുടെ അന്ത്യം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 10 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവനെ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത്, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവിനോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു. യൂദയുടെ പാപം എന്തായിരുന്നു? യൂദയുടെ പാപം, യൂദ പണസഞ്ചിയിൽ നിന്ന് മോഷ്ടിച്ചിരുന്നു, അതാണോ? യൂദ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു, അതായിരുന്നോ? യൂദ കെട്ടിഞ്ഞാണ് ചത്തു, അതായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ആയിരുന്നില്ല യൂദയുടെ പാപം. ചില ആളുകൾ പറയുന്നത് പത്രോസ് തള്ളിപ്പറഞ്ഞു, പത്രോസ് അനുതപിച്ചു, അതുകൊണ്ട് പത്രോസ് ദൈവത്താൽ പ്രയോജനപ്പെട്ടു. അതുപോലെ യൂദ അനുതപിച്ചില്ല എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ യൂദ അനുതപിച്ചുകൊണ്ടാണല്ലോ ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ അടുക്ക് തിരിച്ചു കൊണ്ട് കൊടുത്തത്. എന്തുകൊണ്ടാണ് യൂദ അനുതപിച്ചത്? യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അറിഞ്ഞതുകൊണ്ട്. ഇല്ലെങ്കിൽ അവന് ഒരു അനുതാപവും ഉണ്ടാകത്തില്ല, വീണ്ടും അവന് മോഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം യൂദ അനുതപിക്കാഞ്ഞിട്ടല്ല, യൂദ അനുതപിച്ചത് താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. അതിൻ്റെ ഒരു സംഭ്രമം, അതിൻ്റെ ഒരു പേടി, അതാണ്. പല പാപങ്ങളും ചെയ്യുന്ന ആളുകൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അവർക്കൊരു കുറ്റബോധവും അവർക്കൊരു പേടിയുമൊക്കെ ഉണ്ടാകുന്നത്. അതൊന്നും അനുതാപവും മാനസാന്തരവും അല്ല. യൂദ പണം മോഷ്ടിച്ചു, അതല്ല അവനെ പാപിയാക്കുന്നത്. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു, അതുമല്ല പാപിയാക്കുന്നത്. യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു, അതുമല്ല. ഇതൊക്കെ ചെയ്യാതിരുന്നിരുന്നെങ്കിലും യൂദ നരകത്തിലേ പോകൂ. കാരണം യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ കള്ളനാണ്, നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്, നിങ്ങളിൽ ഒരുത്തൻ ശുദ്ധിയില്ലാത്തവനാണ്. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം യൂദയുടെ പാപം എന്താണ്? യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അവൻ യേശുവിനെ ഒരു വിപ്ലവകാരിയായിട്ടാണ് കണ്ടത്. അതായത് ഇസ്രായേലിന് രാജ്യ യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന പീലാത്തോസിൽ നിന്നും അല്ലെങ്കിൽ കൈസറിൽ നിന്നും ഇസ്രായേൽ രാഷ്ട്രത്തെ പിടിച്ചെടുക്കുന്ന, ഇസ്രായേൽ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നൽകാൻ പോകുന്ന ഒരു ജനനേതാവായിട്ട് മാത്രമാണ് യൂദ യേശുവിനെ കണ്ടത്. പിന്നെ 3.5 വർഷം ഈ പ്രസംഗമൊക്കെ കേട്ട് യൂദ ജീവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് അല്പ സാമ്പത്തികമായ ഗുണമൊക്കെ തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ പണസഞ്ചി ഞാൻ സൂക്ഷിച്ചോളാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു, അതിൽ നിന്ന് എടുത്തു പോന്നു. അത്രയൊക്കെ ഉള്ളൂ. ഈ 3.5 വർഷം യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ടൊന്നും അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അതാണ് ഈ നമ്മൾ ശരിയായ നിലയിലല്ല മുന്നോട്ട് വരുന്നതെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഒരു പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ലെന്നാണ് ഒരു നിലയത്തിൽ നമ്മൾ വായിക്കുന്നത്. 3.5 വർഷം യേശുവിൻ്റെ പ്രസംഗം കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു, ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം ദൈവാത്മാവ് യൂദയിലില്ല. യൂദയുടെ പാപം യൂദ രക്ഷിക്കപ്പെട്ടിരുന്നില്ലെന്നുള്ളതാണ്. അല്ലാതെ യൂദ മോഷ്ടിച്ചതോ യേശുവിനെ ഒറ്റിക്കൊടുത്തതോ കെട്ടിഞ്ഞാന്ന് ചത്തതോ അല്ല യൂദയുടെ പാപം.
യൂദയുടെ പാപം യേശുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞത് യൂദ രക്ഷിക്കപ്പെട്ട ആളായിരുന്നു, യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തെങ്കിലും അനുദപിച്ചില്ല, അതുകൊണ്ടാണ് അദ്ദേഹം നരകത്തിൽ പോകാനിടയാകുന്നതെന്നാണ്. അല്ല, രക്ഷിക്കപ്പെട്ട ഒരാളും നരകത്തിൽ പോകത്തില്ല. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കളാണ്, മക്കളെങ്കിലും അവകാശികളാണ്. പിന്നെ അവരുടെ തെറ്റ് അവരുടെ ഭാഗത്തുണ്ടായാൽ ബാലശിക്ഷ ദൈവം നൽകും, അവർക്ക് ശുദ്ധീകരണം ദൈവം നൽകും, അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കും. യേശു ജീവൻ കൊടുത്ത മുഴുവൻ ആളുകളും സ്വർഗത്തിൻ്റെ അവകാശികളായിരിക്കും. കാരണം മുൻ നിയമിച്ചവരെയാണ് വിളിക്കുന്നത്, വിളിച്ചവരെയാണ് നീതീകരിക്കുന്നത്, തിരസ്കരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ പോലും പിശാച് പിടിച്ചുകൊണ്ട് പോകത്തില്ല, ഒരാൾ പോലും ഉപേക്ഷിക്കപ്പെടത്തില്ല. മുഴുവൻ ആൾ സ്വർഗത്തിൽ, പിതാവ് കൊടുത്ത സകലരും സ്വർഗത്തിൽ എത്തും. എന്നാൽ സഭയിലൊക്കെ കൂടി നടന്ന് പാട്ടും പാടി സ്തോത്രകാഴ്ചയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ലീഡറൊക്കെ ആയി നടക്കുന്ന പലരെയും നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ടതാണെന്ന്. പക്ഷേ അവർ സ്വർഗം അറിഞ്ഞിട്ടില്ല. അവർ സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, സഭായോഗത്തിന് വരുന്നു എന്നുള്ളത് ശരിയാണ്, സ്തോത്രകാഴ്ച ഇടുന്നു എന്നുള്ളത് ശരിയാണ്, അവർ ചർച്ചിൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ യേശുവിനെ ദൈവമായി വ്യക്തിപരമായി ആത്മാർത്ഥമായി സ്വീകരിക്കുകയും പാപത്തെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടില്ല. അവരെത്ര ധാർമ്മിക ജീവിതം നയിച്ചാലും കാര്യമില്ല, എത്ര പണം മുടക്കിയാലും കാര്യമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിക്കുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെടാൻ ചെയ്യേണ്ടത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകാൽ മനുഷ്യർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്. ഒറ്റ കാരണമാണ് ന്യായവിധിക്ക്, വെളിച്ചമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യൂദ രക്ഷിക്കപ്പെട്ട ആളായിരുന്നില്ല, യേശുവിനെ ദൈവമായി സ്വീകരിച്ചിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ദൈവമായി സ്വീകരിച്ചാൽ നമ്മുടെ തെറ്റുകൾക്ക് അതാത് സമയത്ത് ദൈവം നമുക്ക് ശിക്ഷ തന്ന് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ നടത്തും. തീർച്ചയായിട്ടും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഈ പാഠം പഠിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.